ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അത്ര സന്തോഷമുള്ള ഒരു ദിവസമല്ല കേട്ടോ. നിങ്ങളിപ്പം മമ്മിയുടെ വീഡിയോസിൽ അല്ലെങ്കിൽ മമ്മിയുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷേ എനിക്കത് പലരും പറഞ്ഞപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി. നമ്മുടെ പള്ളിയിലെ വികാരിയച്ഛൻ മരിച്ചുപോയി. ആൾക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. നമ്മുടെ ഇടവക മാറി ഇവിടെ വന്നപ്പോഴും ആൾ സർജറിയൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളും സ്റ്റിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മൾ നമ്മുടെ ആവശ്യം പറഞ്ഞ് ചെല്ലുന്നതും ഒക്കെ. അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച അച്ഛന് പെട്ടെന്ന് വയ്യാണ്ടാവുകയും സ്ട്രോക്കായിട്ട് പാരലൈസ്ഡ് ആവുകയും 2-3 മേജർ സർജറീസൊക്കെ ചെയ്തിട്ട് ക്രിട്ടിക്കൽ ICUലായിരുന്നു ആൾ 2-3 ദിവസമായിട്ട്. ഈ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ രാവിലത്തെ കുർബാനയ്ക്ക് ഞാൻ പോയായിരുന്നു കേട്ടോ. 6:15 കുർബാനയ്ക്ക്. തോമുന് വയ്യാത്തതുകൊണ്ട് ഡോൺ ചേട്ടൻ പിള്ളേരെ രണ്ടുപേരും ടേക്ക് കെയർ ചെയ്തിട്ട് ഞാൻ 6:15 ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബസ് വരുമ്പോഴത്തേനും നമ്മളവിടെ പള്ളിയിൽ കുർബാന തുടങ്ങും. എനിക്കും ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് കുർബാനയ്ക്ക് നേരത്തെ. നമ്മൾ പണ്ട് പള്ളിയിലൊക്കെ പോകുമ്പോൾ ആദ്യം സപ്ര കൂടിയിട്ടാണല്ലോ സൺഡേ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുർബാനയിലേക്ക്. അപ്പോൾ അങ്ങനെ കൂടി എനിക്ക് ആദ്യം തൊട്ട് കുർബാനയിൽ കൂടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയ വഴിക്ക് എനിക്ക് ഓട്ടോ കിട്ടിയപ്പോൾ ഞാൻ അതിൽ കയറിപ്പോയി. അങ്ങനെ നമ്മൾ കാര്യത്തിൽ നിന്ന് എഴുതിപ്പോയി. അപ്പോൾ അന്ന് അച്ഛൻ അവിടെ കൊച്ചച്ഛൻ പള്ളിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനിങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ്, പക്ഷെ സർജറിയൊക്കെ കഴിഞ്ഞ് ICUലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിപ്പോയി. അച്ഛൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഈവൻ ഞങ്ങളിങ്ങനെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ചെല്ലുമ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ. ഒരുപാട് ദുരനുഭവം നമ്മുടെ ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ പുതിയതായിട്ട് വന്നൊരു വ്യക്തിയാണ്. അച്ഛൻ ഇതൊന്നും അറിയണം എന്നില്ല. നമ്മുടെ ഫ്ലാഷ് ബാക്ക് ഇപ്പം എല്ലാവരും നമ്മുടെ ഫ്ലാഷ് ബാക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതിലൊന്നും ഞാൻ യോജിക്കുന്നില്ല. അപ്പം അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ അറിയില്ലായിരുന്നു. അപ്പം അച്ഛന് സംശയങ്ങളായി, എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം പഴയ അച്ഛൻ്റെ കയ്യിലായിരുന്നു. പക്ഷെ അച്ഛനത് പുതിയ വികാരി അച്ഛന് കൈമാറിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം അച്ഛൻ നമ്മൾ പെട്ടെന്ന് ഒരാളെടുത്ത് ഒന്നും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പം ഒന്നും കാര്യമില്ലല്ലോ. അപ്പം അച്ഛൻ്റെതായ രീതിയിൽ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആദ്യം തൊട്ട് ചെയ്യണം, കാരണം ഇവിടെ നിങ്ങളുടെ പ്രൂഫും കാര്യങ്ങളൊന്നും ഇരിപ്പില്ല എന്നിങ്ങനെ പറഞ്ഞു. ഏതോ ഒരു ഭാഗ്യം വെച്ചാൽ ഞാൻ എൻ്റെ വികാരി അച്ഛന് വാട്സപ്പ് ചെയ്ത് കൊടുത്ത, അതായത് പണ്ടത്തെ വികാരി അച്ഛൻ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത ഫോമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചപ്പോൾ കൊച്ചച്ഛനാണ് കേട്ടോ നമ്മളെ കൂടുതലും ഹെൽപ്പ് ചെയ്തത്. പക്ഷെ കൊച്ചച്ഛനത് കാണിച്ചപ്പോൾ അച്ഛനത് പൂർണ്ണമായിട്ടും സമ്മതിക്കും. കാരണം നമ്മൾ ഓൾറെഡി എല്ലാ ഡോക്യുമെൻസും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി ഇത് മതി, വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ധ്യാനം കൂടിയിട്ട് വായോ. ഞങ്ങളെപ്പോഴും അച്ഛൻ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു ധ്യാനത്തിന് പോയിട്ട് വായോ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിടുന്നത്. ധ്യാനത്തിന് പോയിട്ട് വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ അച്ഛനെ കാണാൻ പോയപ്പോൾ എന്താ പറയുക, ഞങ്ങൾ അന്ന് വരെ കണ്ടിരുന്ന ഒരു അച്ഛനായിരുന്നില്ല. അന്ന് രാവിലെ ഞങ്ങൾ കണ്ടപ്പോൾ വളരെ പോസിറ്റീവായിട്ട് എന്നോട് ആദ്യം ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ധ്യാനം എന്ന് ചോദിച്ചു. പറഞ്ഞു നല്ലതായിരുന്നു വെച്ചാൽ കഴിഞ്ഞ പോയ ഒരു 4 വർഷം എനിക്ക് 4 ദിവസം കൊണ്ട് തിരിച്ച് കിട്ടി, നല്ലത് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ശരിക്കും ആ ഓരോ മൊമെൻറ്റ്സും വണ്ടറിങ് ആയിരുന്നു. കാരണം മിനിറ്റുകളോട് അച്ഛൻ ആദ്യം 1-ാം തീയതി പറഞ്ഞു അത് വേണ്ടല്ലേ. അപ്പം അച്ഛൻ പിന്നെ നോക്കിയപ്പം നമ്മുടെ പള്ളിയിൽ ഇവർ ഡയറിയിൽ ഇങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ പരിപാടികളുണ്ടായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ 15-ാം തീയതിക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേയുടെ ദിവസം അങ്ങനെയാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. പക്ഷേ അച്ഛൻ ബുക്ക് നോക്കിയിട്ട് പറഞ്ഞു അന്ന് 1-ാം തീയതി 2-ാം തീയതി വേണ്ട 3-4 ആക്കാമെന്ന് പറഞ്ഞു. പിന്നെയാണ് അച്ഛൻ ആലോചിച്ചത് 3-ാം തീയതി അച്ഛൻ എവിടെയോ പോകണമെന്ന് പറഞ്ഞു. അപ്പം 4ഉം 5ഉം നമുക്ക് സെലക്ട് ചെയ്ത് തന്നു. അപ്പോഴാണ് ഓഫീസിലിരിക്കുന്ന ചേട്ടൻ പറഞ്ഞത് കൊച്ചച്ഛൻ ഉണ്ടാവില്ലല്ലോ, അച്ഛൻ്റെ പേരൻസ് ന്യൂസിലൻഡിൽ നിന്ന് വരുന്നുണ്ട്, അപ്പം പിക്ക് ചെയ്യാൻ പോകണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ അയ്യോ എന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത സെക്കൻഡ് അച്ഛൻ പറഞ്ഞു സാരമില്ല, ഞാൻ മാമോദീസ നടത്താം, കൊച്ചച്ഛൻ കല്യാണം നടത്തിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പല ദേഷ്യങ്ങളും വിദ്വേഷങ്ങളും ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ് ഈ കല്യാണം നടത്താനുള്ളൊരു സമയം എന്ന് പറയുന്നത്.
അതൊക്കെ നമ്മൾ ധ്യാനത്തിന് പോയപ്പം ഇറക്കി വെച്ചെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദൈവമേ ഇനി അടുത്ത് എന്തിട്ട് കാര്യമാണ് പറയാൻ പോകുന്നത് എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അച്ഛനത് വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് വിരലുണ്ടാവുന്ന ദിവസത്തിനുള്ളിൽ അതാക്കി തന്നു. 4ഉം 5ഉം ആക്കി തന്നു. ഭയങ്കര സന്തോഷമായി. എൻ്റെ മക്കൾക്ക് അച്ഛൻ്റെ കൈ കൊണ്ട് മാമോദീസ സ്വീകരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കുറേ പേര് ഇന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾ ഇന്നാണ് ആക്ച്വലി അറിയുന്നത് അച്ഛൻ അതിരൂപതയുടെ തന്നെ കുടുംബ കൂട്ടായ്മയുടെ ഇങ്ങനെ ലീഡർ സംതിങ് എങ്ങാണ്ടാന്നൊക്കെ പറഞ്ഞപ്പം കുറേ പേര് ഫോട്ടോസ് കണ്ടിട്ട് ഇത് നടത്തറയിൽ അച്ഛനല്ലേ, നിങ്ങളുടെ വികാരി അച്ഛനല്ലേ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പരിപാടി നടത്താൻ വേണ്ടി അച്ഛൻ ഇരുന്ന പോലെയായി. കാരണം അച്ഛൻ റെസ്റ്റിലായിരുന്നു. അച്ഛൻ അങ്ങനെ കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, സാറിന് സർജറി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ. പക്ഷെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മുടെ പിള്ളേരുടെ മാമോദീസ വളരെ ഭംഗിയിൽ നടത്തി തന്നു. എല്ലാവരും അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. അച്ഛൻ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ അച്ഛൻ തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ മാമോദീസ നടത്തി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നടത്തി തന്നതാണ് കേട്ടോ. ഒരുപാട് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിച്ച് ഈ ഒരു കുറച്ച് നാളിനുള്ളിൽ അച്ഛൻ നമുക്കത് ചെയ്തു തന്നല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു. പിന്നെ ദൈവം വിളിച്ചാൽ പോകണം, ഒബ്വിയസ്ലി പോയിരിക്കണം. അപ്പം അച്ഛന് എന്താ പറയുക, നല്ലൊരു നിദ്ര ഞാൻ പറയാണ്. നമ്മുടെ പള്ളിയിൽ 8 മണി വരെ ഇന്ന് രാത്രി ഉണ്ടായിരുന്നു. അച്ഛനെ വെച്ചിട്ട് പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പോയിട്ട് വന്നു. നാളെ അച്ഛൻ്റെ ഇടവക ഏനാമാവ് പള്ളിയിലാണ് കേട്ടോ അച്ഛൻ്റെ അടക്ക്. 2:30 കുർബാനയോട് കൂടിയിട്ട് അടക്കാണ്. അപ്പം എന്താ പറയുക, ഞങ്ങളുടെ കാര്യത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തികളിൽ അതായത് കൊച്ചച്ഛനും വികാരി അച്ഛനും പ്രധാന ഒരു പങ്കുണ്ട്. ഞങ്ങളുടെ കാര്യം വളരെ സ്മൂത്തായിട്ട് ഇത്രയും സ്പീഡപ്പ് ആക്കി തന്നത്. ശരിക്കും അച്ഛൻ പറയും എനിക്ക് ഓർമ്മക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അച്ഛന് സർജറി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയത്തില്ല എന്തെങ്കിലും ഒരു ഇത് വരുമെന്ന്. അപ്പം അച്ഛൻ പറയും എനിക്ക് ക്ഷീണമാണ് അല്ലെങ്കിൽ ഓർമ്മക്കുറവുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കില്ലേ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആക്കി തന്നതിന്. വേറൊരു വശത്ത് ആലോചിക്കുകയാണ്, അച്ഛൻ നമ്മൾ ഈ ചെയ്യാൻ പറയുന്ന സമയത്താണ് അച്ഛനും സംഭവിച്ചെങ്കിൽ പിന്നെയും നമ്മുടെ കാര്യം ഡിലേ. അച്ഛൻ മരിച്ചതിന് അതൊന്നുമല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ കണക്കുകൂട്ടലാണ് ഞാൻ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നതല്ല ദൈവം വിചാരിക്കുന്നത്. അച്ഛൻ തന്നെ തീരുമാനിച്ചത് വളരെ മുൻകൂട്ടി നമുക്ക് തന്ന് ഡേറ്റ് തന്ന് നമുക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാം വളരെ ഭംഗിയിൽ അച്ഛൻ തന്നെ കുടുംബ ബുക്കിൽ എൻട്രി ചെയ്ത് തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായിരിക്കും ഫാദർ ചാക്കോ ചിറവത്തൂർ എന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക. അച്ഛനൊരു എന്താ പറയുക, മരിച്ചു കഴിയുമ്പം എന്ത് പറഞ്ഞ് അത് സംബോധന ചെയ്യണം എന്നെനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആകെ നെർവസാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനേ ഉദ്ദേശിച്ചതല്ല. പക്ഷെ പലരും പറഞ്ഞപ്പം എനിക്ക് തോന്നി മേ ബി അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി വന്നിവിടെ ഇരുന്ന പോലെയായി. ശരിക്കും അച്ഛനെ റെസ്റ്റ് എടുത്തിരിക്കാം, ഇപ്പം വേണ്ട, എന്നാൽ അച്ഛൻ ഉള്ള ദിവസം കൊച്ചച്ഛനുള്ള ദിവസം നടത്താം എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം വളരെ ഭംഗിയിൽ ചെയ്തു തന്നു. അച്ഛന് ഒരുപാട് നന്ദിയുണ്ട്. എന്താ പറയുക, വീണ്ടും എന്താ പറയുക പറയാല്ലേ. അപ്പം അച്ഛൻ ഇങ്ങനൊരു നമുക്കിടയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പം നാളെ ഈ സമയം അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും അച്ഛനെ. ഇന്നിപ്പം 8 മണി കഴിഞ്ഞ് പ്രീസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ തോമുകുട്ടൻ എങ്ങനെയുണ്ടെന്ന് കുറേ പേര് ചോദിച്ചു. എനിക്ക് തോന്നുന്നു തോമുകുട്ടൻ ജനിച്ചിട്ട് ഈ 3.5 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പനി വരുന്നത്. കിടന്ന പടി കുട്ടി കിടക്കുകയാണ്. അവൻ സിറപ്പും കാര്യങ്ങളും ഒന്നും കുടിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ORSലൊക്കെ കലക്കിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പം ഞാൻ പറഞ്ഞു തോമു കൈവിട്ട് പോയി തുടങ്ങി, ഞാൻ ഹോസ്പിറ്റലിൽ ഡെയിലി കൊണ്ടുപോവാണ്, കയ്യിൽ ചാക്കോച്ചിന് ട്രിപ്പ് ഇട്ട പോലെ നിനക്ക് ഇടും കുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ സിറപ്പ് കുടിക്കാം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് വാ തുറന്ന് സിറപ്പ് മേടിച്ച് കുടിച്ചു. അത്ഭുതമാണ്. പിന്നെ ചോദിച്ചപ്പോൾ അവൻ പറ്റില്ല എന്ന് പറഞ്ഞു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവൻ്റെ പനി കുറവുണ്ട്. എന്നാലും ഞാൻ സ്കൂളിൽ വിടണ്ട എന്ന് വിചാരിച്ചു. കാരണം ഇതുപോലെ വേറെ കുറേ കുഞ്ഞു മക്കളുള്ളതാണ്. ഈ പിള്ളേർക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവാൻ ഭയങ്കര ഈസിയാണ്. അപ്പം വെറുതെ നമ്മൾ കാരണം വേറൊരു കുട്ടി അഫക്റ്റഡ് ആവണ്ടല്ലോ. ഞാൻ വെച്ച് നാളെ കൂടെ അങ്ങനെ പോയിട്ട് ബുധനാഴ്ച തൊട്ട് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. കുറേ പേര് പറഞ്ഞു എൻ്റെ ഡെയിലി വ്ളോഗ്സ് മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. എനിക്കിപ്പം സത്യം പറഞ്ഞാൽ ഒരു കയ്യിലാരണ്ട് കയറി പിടിക്കണ പോലെയാണ് എനിക്ക്. നീ ഇപ്പോൾ വീഡിയോ എടുക്കണ്ട എന്നുള്ളൊരു രീതിയിൽ സത്യമായിട്ട് ഞാൻ പറയാണ്. ഞാൻ ഉണ്ടാക്കി പറയുന്നൊന്നും അല്ല, എനിക്ക് മടിയോ ഒന്നുമില്ല. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ ഫോൺ എടുക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആരണ്ട് പിടിച്ച് വലിക്കുന്ന പോലെ നീ ഇപ്പോൾ വീഡിയോ എടുക്കണം. എൻ്റെ ഉള്ളിൽ തോന്നുന്ന കാര്യമാണ് കേട്ടോ, കള്ളൊന്നും അല്ല ഞാൻ പറയണത്.
എന്തോ ഒരു ശക്തി നമ്മളെ പിടിച്ചു വലിക്കുക എന്ന് പറഞ്ഞില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഞാനിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. എന്തോ ഞാൻ ഓക്കെ അല്ല. അപ്പോഴാണ് ഞാനൊരു ക്യുവാൻ്റെ പോസ്റ്റ് ഇട്ടോട്ടെ എന്ന് നോൺചേട്ടനോട് ചോദിച്ചപ്പോൾ നോൺചേട്ടൻ വലിയ വിരോധങ്ങളൊന്നും ഇല്ലാണ്ട് ഓക്കെ പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെയൊന്നും നോൺചേട്ടൻ സമ്മതിക്കാറില്ല. അപ്പോൾ അത് ഞാൻ ചെയ്ത് ഇട്ടത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള കമൻസ് ഞാൻ കണ്ടു. ഒരുപാട് സന്തോഷം. പിന്നെ കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞിരുന്നു, കുറച്ച് പേരല്ല, ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് കേട്ടോ. ഡോൺ ചേട്ടൻ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പുറകോട്ടാണ്. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. ഞാനത് നിങ്ങളുടെ ഡോൺ ചേട്ടൻ കമൻസ് എടുത്ത് നോക്കാറില്ല. ആദ്യമേ കമൻറ്റിൽ ആദ്യം മെൻഷൻ ചെയ്യുക ഡോൺ വായിക്കോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷേ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ഡോൺ ചേട്ടൻ അയച്ചു. ഞാൻ പറഞ്ഞ എല്ലാവർക്കും പൊതുവേ തോന്നുന്ന കാര്യമാണ്, അല്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടപ്പോൾ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഡോൺ ചേട്ടൻ്റെ സിറ്റുവേഷൻസ് ആയിരിക്കും. ആള് തന്നെ പറഞ്ഞു, പണ്ട് മിണ്ടിയിരുന്ന ആളാണ്. ഒബ്വിയസ്ലി കറക്റ്റാണ്, മിണ്ടിയിരുന്ന ആളാണ്. ആള് അങ്ങനെ മാറണമെങ്കിൽ അയാളുടെ സിറ്റുവേഷൻസ് ആയിരിക്കും ആളെ മാറ്റിയത്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയണേ എല്ലാവരുടെ മുന്നിലും പ്രകടിപ്പിക്കേണ്ട, പക്ഷെ എൻ്റെ അടുത്തത് എന്നെ സംബന്ധിച്ച് സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിച്ച് തന്നെ ഞാൻ പോലും കാണിക്കും. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ നിൽക്കും. ഞാൻ പറയാറുള്ള കാര്യം തന്നെയാണ്. ശരിക്കും എൻ്റെ മനസ്സറിഞ്ഞിട്ട് ഒരു കമൻ്റാണ് കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കണ്ടിട്ട് മനസ്സിലായതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നന്ദി. അതേ സൈഡ് ഡോൺ ചേട്ടൻ ആസ് എ പേഴ്സൺ ഈസ് സോ ഇന്നസെൻറ്റ്. സാഹചര്യങ്ങൾ ആളെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. നീ പ്രകടിപ്പിച്ച ഇനി അതിനും പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം പറഞ്ഞാൽ കുറച്ചും കൂടെ ടോക്കറ്റീവ് ആവാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഒരാൾ എനിക്ക് കമൻ്റ് ഇട്ടാണ്, റീസെൻ്റ്ലി എനിക്ക് ഇൻസ്റ്റയിൽ വന്നതാണ്, ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എന്തായിരിക്കും, അല്ല ഡോൺ ചാൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. എന്നെ സംബന്ധിച്ച് എനിക്ക് പെറ്റ് നെയിംസ് ഒന്നുമില്ല. ഇപ്പം പടിമ്പളിനെ പൊന്നു എന്ന് വിളിക്കും, ഡിംബു എന്ന് വിളിക്കും, അങ്ങനെ കുറേ പേരുകളുണ്ടെങ്കിലും എനിക്ക് ഡിവൈൻ എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. പിന്നെയും എഡിസൺ ചേട്ടൻ്റെ വീട്ടിൽ ലൈസാമാൻ്റെ എന്നെ വിളിക്കും, ഡിവ എന്ന് വിളിക്കും. പിന്നെ ബാബുച്ചാൻ്റെ ഇളയ മോൻ അവർ ഡിവ എന്നാണ് വിളിക്കുക. അല്ലാണ്ട് അച്ചായും അമ്മച്ചിയും ഉണ്ടായിരുന്ന സമയത്ത് കുടുക്കാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവർ പോയ ശേഷം അതും ഇല്ല. അപ്പോൾ എന്നെ എന്തെങ്കിലും ഒരു പെറ്റ് നെയിം വിളിക്കണമെന്ന് എനിക്ക്, എല്ലാവരും വിളിക്കണമെന്നല്ല, ഡോൺ ചേട്ടൻ എന്തെങ്കിലും പെറ്റ് നെയിം വിളിച്ച് എന്നെ മെൻഷൻ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് ഇപ്പോഴും. പക്ഷെ ഞാൻ ഇന്നുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, പറഞ്ഞോട്ട് വിളിക്കാനും പോണില്ല. എന്നാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ശരി, എനിക്ക് എന്തെന്ന് പറഞ്ഞാലും ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ഒരാളാണ്. ആ ആളെന്നെ അങ്ങനെ വിളിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. തെറ്റായ ഒരു ഇതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് ഡോൺ ചേട്ടനെ എന്തെങ്കിലും ഒരു പെറ്റ് നെയിം വിളിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. വീഡിയോ കാണില്ല, എന്നാലും പറയാമല്ലോ അങ്ങനെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സംഭവം. അപ്പം എല്ലാവരും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലൊരു നിദ്ര കൊടുക്കാനായിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറ്റിയ വ്ളോഗ്സ് എടുക്കാം. ഈ പറഞ്ഞ പോലെ തോമോ ഉള്ളത് കൊണ്ടും ആള് വാശിയൊന്നുമില്ല, കിടന്നടുത്ത് കിടക്കാണ്. ഇടയ്ക്കൊന്ന് അമ്മ തന്നെയാണെന്ന് എടുക്കാവോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ചെറിയ ആൾക്ക് കുശും വളകും. അങ്ങനെയൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആകെ മൊത്തം ജഗപൊകയാണ് ഇവിടെ. തോമു ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് സഹകരിച്ച്, തോമു എങ്ങനെ വെച്ചാൽ എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങി കിടന്നോളും. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. അവന് കുറവുണ്ട് കേട്ടോ, നല്ല ബെറ്റർ ആയിട്ടുണ്ട്. എന്നാൽ ആ ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 2 ദിവസം ഇങ്ങനെ പോട്ടെ, ബുധനാഴ്ച തൊട്ട് വിടാം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇനി ദൈവം തമ്പുരാൻ എന്താ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. നാളെ എന്തെങ്കിലും വീഡിയോസ് എടുത്താൽ ഞാൻ വരാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ട് സംഭവമായിട്ട് ഞാൻ വരാം കേട്ടോ.